ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കോർട്ട് കേസ് വന്നു. ഒരാൾ സാക്ഷി പറയാൻ വേണ്ടി വന്നു. സാക്ഷി പറയാൻ വന്നപ്പോ ചോദിച്ചു, നിനക്ക് സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടോ? നിന്നെ നമുക്കറിയില്ല, നീ ആരാണെന്ന് പറഞ്ഞുതരാൻ പറ്റിയ ആള്, നിന്നെ പരിചയമുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ആള് പറഞ്ഞു, എനിക്കൊരാളെ അറിയും. അറിയോ? അറിയും. എന്തറിയും? എനിക്കാണ് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞു. അയാളെ പറ്റുമോ? കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇയാളെ നിനക്കറിയുമല്ലേ? എങ്ങനെ അറിയും? ഹൽ സാഫർത മഅഹ്, നിങ്ങൾ ഇയാളുടെ കൂടെ യാത്ര പോയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഇല്ല, യാത്ര പോയിട്ടില്ല. അമൽത മഅഹു ബിദ്ദീനാരി വദ്ദിർഹം, പൈസയുടെ ഏർപ്പാട് വല്ലതും ഇയാളുമായി നടത്തി നോക്കിയിട്ടുണ്ടോ? പറഞ്ഞില്ല. അത് കച്ചവടം അങ്ങനെയൊന്നുമില്ല, ബന്ധമൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, ലാ തഅരിഫു ലഅല്ലക റഅയ്തഹു യുസല്ലി ഫിൽ മസ്ജിദ്. അതാണ് വാക്ക്. നിനക്ക് ഇയാളെ പറ്റി ഒരു ചുക്കും അറിയില്ല. നീ ഇയാളെ പള്ളിയിൽ നിസ്കരിക്കണതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതൊന്നും നിന്റെ അറിവല്ല. എന്തേ? യാത്ര പോയാൽ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുന്ന ഈ ഉംറ കൊണ്ടുപോണ ഉസ്താദ്മാർക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ക്ഷമ കെട്ട് കെടുമ്പോ തനി സ്വഭാവം പുറത്തു വരുന്ന. മറ്റേതൊക്കെ ഞാനിപ്പോ നിങ്ങളടുത്ത് എത്ര നല്ല മനുഷ്യനാ, എന്റെ ഒറിജിനൽ സ്വഭാവം എന്റെ പുരക്കാരോട് എന്റെ ഭാര്യ മക്കളോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ മൈക്കിന്റെ മുമ്പിലാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും കോപ്രായത്തരം കാട്ടിയ കമ്മിറ്റിക്കാരനെ വിടുവോ? ഇല്ല. അപ്പൊ ഞാൻ നല്ല മനുഷ്യനാങ്ങളെ മുമ്പിൽ. നിങ്ങളെ കണ്ണിൽ ഞാൻ എന്തോ നല്ല മനുഷ്യനാന്നാ. ഞാൻ ഒറിജിനലായി നിൽക്കുന്നത് എന്റെ കുടുംബത്തോടൊപ്പം. അവിടെ ആരും പേടിക്കാനില്ലല്ലോ. അവിടെ ഞാൻ നല്ലവനാണോ അതാണ് എന്റെ സ്വഭാവം. അല്ലാതെ ഈ കാണുന്നത് മൈക്കിന്റെ മുമ്പിൽ കാണുമെന്നല്ല. അങ്ങനെയൊന്നും വിധി എഴുതാനും പാടില്ല. നിങ്ങളൊക്കെ എന്തോരം നല്ല മനുഷ്യന്മാരെ കുറച്ചോനെ നിങ്ങളെ കെട്ടിയവരോട് ചോദിച്ചു നോക്കണ്ടേ എന്താ വരീത്ത അവസ്ഥ? അപ്പോഴേ അറിയുള്ളൂ നിങ്ങളുടെ സ്വഭാവം എത്രയാണെന്ന്. കൂടെ കഴിയുന്ന ആളുകൾ അവർക്കറിയാൻ പറ്റൂ. യാത്രയുടെ വിഷയം അതാ. ശരീരത്തിന് ക്ഷീണം പറ്റിയാൽ നമ്മുടെ ആ പോളിഷ് സ്വഭാവമൊക്കെ പുറത്തു പോകും. പിന്നെ തനി സ്വഭാവം പുറത്തു വരുന്നു. അതാണ് ആ മനുഷ്യന്റെ ഒറിജിനൽ സ്വഭാവം. അതിനാ ദീർഘയാത്ര പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ദീർഘയാത്ര പോയാൽ ശരിയായ സ്വഭാവം മനസ്സിലാവുന്ന. അല്ല നമ്മൾ ഇവിടുത്തെ കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ഒപ്പം പോയിട്ടുണ്ടോ? ഇതൊന്നല്ല വിഷയം. മംഗലാപുരത്തേക്കും പോയിട്ടുണ്ടാവും. ഇതൊന്നല്ല. നല്ല ഒരു ലോങ് യാത്ര പോയി വന്നാൽ ക്ഷീണവും ഉറക്കച്ചടവും വിശപ്പൊക്കെ വരുമ്പോ പുറത്തു വരുന്ന സ്വഭാവം, അതൊക്കെ അപ്പോഴും നല്ല മനുഷ്യനാണോ അയാൾ ഒന്നാം നമ്പർ. സുബ്ഹാനല്ലാഹ്. പിന്നെ ചോദിച്ചത് പൈസയുടെ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ? കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയോ? എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ എന്തായി? കൂട്ടുകച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ എന്തായി? ഇപ്പൊ ബിസിനസ് ഒക്കെ എവിടെ? ഇതിലൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ഇവനെ ശരിക്കും അറിയുന്നു. നീ ഇവിടെ നിസ്കരിക്കണ കണ്ടിട്ടൊന്നും എനിക്ക് ഇവനെ അറിയുന്നു പറയാൻ നിൽക്കണ്ടാന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു. ഇത് ഈ ഉമ്മത്തിന്റെ സ്വഭാവം. മനുഷ്യൻ ആരാണെന്ന് പഠിപ്പിച്ചിരുന്ന സംഭവം. മനുഷ്യൻ പച്ചയായ മനുഷ്യനാവുന്നത് സാമ്പത്തിക ഇടപാടിലൂടെയാണ്. ഹുസ്നുൽ മുആമല, ജനങ്ങളുമായി നല്ല നിലക്ക് ഇടപാട് നടത്തുക, വഞ്ചിക്കാതിരിക്കുക, പറഞ്ഞ പൈസ പിന്നെ കൂട്ടാതിരിക്കുക. അല്ലേ? ഒരാളോട് കച്ചവടം ഒത്തുകഴിഞ്ഞാൽ പിന്നെ അതിന് പിന്മാറരുത്. അതിൽ 10 പൈസ ഒരാൾ ഏറെ പറഞ്ഞാൽ അതല്ല, വാക്കായിരിക്കണം. വഞ്ചിക്കുന്ന മനുഷ്യരെ വിശ്വാസമുണ്ട്. അങ്ങനത്തെ കാലം. സത്യം പറയുന്നവന് വിശ്വാസമില്ല. ഇതൊക്കെ വരുന്നത് അന്ത്യനാളിന്റെ അടയാളമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.